2 ദിവസമായിട്ട് ടി വി നോക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഈ ടി വി സെൻട്രൽ ഹാളിൽ നിന്ന് ഇനി മാറ്റിയിട്ട് വല്ല ബെഡ്റൂമിലെങ്ങാറ്റ് ഫിറ്റ് ചെയ്യേണ്ടിയിരുന്ന എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഫാമിലി ആയിട്ട് ഇങ്ങനെ കാണുമ്പോഴും ശരിക്കും നമുക്ക് തന്നെ ചൊറിച്ചൽ വരും. ആലോചിച്ച് നോക്കണം നിങ്ങൾ, എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ്, എന്തൊരു വൃത്തികേടാണ് ഇവരൊക്കെ കാണിക്കുന്നത്. ഈ പിന്നെ എന്താ പറയുക, രാഹുൽ മാങ്കൂട്ടൻ, രാഹുൽ ഈശ്വർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ വൃത്തികേടാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇന്ന് കേൾക്കുന്നൊരു വാർത്ത എന്താ അറിയാ, രക്ഷപ്പെട്ടത് ചുവന്ന നിറമുള്ള പോളോ കാറിൽ. എടോ അന്തങ്ങളെ, നിങ്ങൾക്കൊരു കാര്യം ചെയ്തൂടെ, പോയിട്ട് ആ പോളോ കാറ് പോയിട്ട് ലോകം തെച്ചും ക്യാമറ വെച്ചില്ല, ക്യാമറ ഇന്ന് ചൊട്ടിയെടുത്തിട്ട് അവനെ പിടിച്ചിട്ട് 2 കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് കൊണ്ടാക്കിയതെന്ന് കൃത്യമായിട്ട് കിട്ടൂലേ? അങ്ങനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റൂല. കാരണം ഇത് ന്യൂസ് ചാനലിന് കുറച്ച് ഓടിക്കേണ്ടതാണ്. അതായത് 2-3 ദിവസം ഇങ്ങനെ ന്യൂസ് ചാനലിന് ഇങ്ങനെ ഓടിക്കണം. അതാണ് ഇവരെല്ലാം ലക്ഷ്യം വെക്കുന്നത് എന്നാണ്. എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വൃത്തികെട്ട പരിപാടി തന്നെയാണ്. ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെയുള്ള പരിപാടികളെ. കാരണം ഇത് പോയോനും ഇതാക്കിയോനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുടിച്ചോളും എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നഖത്തിൽ വെച്ച് കെട്ടാൻ പറ്റുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈളക്കുട്ടികളൊന്നും അല്ല, എല്ലാം പ്രായപൂർത്തിയായ ടീമുകളാണ്. ഇവർക്കെല്ലാവർക്കും അറിയാം എന്ത് ചെയ്തു കഴിഞ്ഞാലാണ് ആവുകയെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവരൊന്നും അത് എന്താണെന്ന് പറയേണ്ടത് ഒരു എന്താ പറയുക, ഒരു ഇതായിട്ട് ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗ്ദാനങ്ങളാണല്ലോ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കേസാണ്, എൻ്റെ പൊന്ന് ചങ്ങാതിമാരെ, നിങ്ങൾ ഡിവോഴ്സ് ആണെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ നിങ്ങളൊക്കെ വാഗ്ദാനവുമായിട്ട് വരുന്നുണ്ടെങ്കിൽ അവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ശരീരം മാത്രമാണ്, അല്ലെങ്കിൽ വേറെ ഒന്നും അല്ല. അവനൊരിക്കലും നിങ്ങളെ കെട്ടാൻ പോകുന്നില്ലായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കാതെയായിരുന്നു. ഇതെന്ന് പറയുന്ന കേരളത്തിലെ എന്താ പറയേണ്ടത്, സ്ത്രീകളെയൊക്കെ ശരിക്കും അപമാനിക്കുന്നതിന് തുല്യാന്നേ ഞാൻ പറയുള്ളൂ. ഇതുപോലെ ഇങ്ങനെ വാർത്തകളൊക്കെ വരുമ്പോഴേ ഈ സ്ത്രീകൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് അവരെ വരെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ ഇത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വിധവയായിട്ട് ജീവിക്കുന്നവരുണ്ട്, അതുപോലെ കെട്ടിയവന്മാർ ഇട്ടേച്ചു പോയവരുണ്ട്, പിന്നെ ഡിവോഴ്സായിട്ട് ജീവിക്കുന്നവരുണ്ട്. അവരൊക്കെ വളരെ മാന്യതയോട് കൂടിയിട്ട് കുട്ടികളെയൊക്കെ വളർത്തിയിട്ട് കടയിലും അതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ തുണിക്കടയിലൊക്കെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് കുടുംബം പോറ്റുന്നവർ വരെയുണ്ട്. ഇതെന്ന് പറയുന്നത് എന്നാ പറയേണ്ടത്, ഇപ്പോഴും നടക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ശരിക്കും അങ്ങനെയുള്ളവർക്ക് വരെ നാണക്കേടാന്നേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അധികം പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നല്ല. ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പ്രതികരിക്കണം ഇതിനെതിരെ. അതായത് ഇത് നിരന്തരമായിട്ട് ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ പോകുമ്പോൾ ശരിക്കും ഇതിൻ്റെയൊക്കെ അഭിമാന ക്ഷതമേൽക്കുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് പിന്നെ പല ആൾക്കാരും പല കമൻറ്റുകൾ എഴുതുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഇത് കണ്ടോ എന്നാൽ ചെയ്തോന് പ്രശ്നമില്ല, കണ്ടോനാന്ന് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വേറെ കമൻറ്റുകൾ, ഇങ്ങനെ ഒരുപാട് വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളും ഇതൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഒരു മലയാളിയായി ജനിച്ചതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപമാനിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. മലയാളികൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഹാസമായിരിക്കുകയാണ്. കാരണം ഏത് ന്യൂസ് ചാനൽ തുറന്നു കഴിഞ്ഞാലും ഈ ബടക്ക് വാർത്ത അല്ലാതെ വേറെ ഒരു പരിപാടിയില്ല. ഇതൊക്കെ ഇങ്ങനെ വാർത്തയാക്കേണ്ട കേസാണ്. ഒരു ദിവസം കൊണ്ട് ഇവനെല്ലാം പിടിച്ചിട്ട് ഉള്ളിലിട്ടിട്ട് ഒന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം പോലും കൊടുക്കാതെ അതിൻ്റെ ഉള്ളിലിടുക, അതല്ലേ വേണ്ടത്. അല്ലാതെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കള്ളക്കേസാണ്, കള്ളക്കേസ്, ഞാൻ തിരിച്ചു വരും, ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പ്രഹസനാണ് ഇത്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇത് നമ്മളെല്ലാം കൊഞ്ഞനം കുത്തുന്ന പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഈ പൊതുജനങ്ങൾക്ക് എന്ത് കാര്യമാണ് ഇതിൻ്റെ അകത്തുള്ളത്? പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടോ അതിൻ്റെ അകത്ത്? നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നേട്ടമുണ്ടോ? പാവങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിക്ക് പോയി കഴിഞ്ഞാൽ ജീവിക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ നികുതി പണവും കൊണ്ട്, അതുപോലെ തന്നെ നമ്മളെല്ലാം തിരഞ്ഞെടുത്ത് വിജയിപ്പിച്ചവരും, അതുപോലെ നമ്മൾ കൊണ്ടുപോയി ഭണ്ണാരത്തിലിടുന്ന പൈസ കൊണ്ടും ഇങ്ങനെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ലക്ഷറി ലൈഫും അവരൊക്കെ എന്ന് പറഞ്ഞാൽ തോന്നും പോലെ എവിടെയൊക്കെയോ പോകുന്നത് നടക്കുന്നത്. ഈ പാവങ്ങളായ ആൾക്കാർക്ക് എന്ത് ഗുണമാണുള്ളത്, എന്ത് സന്ദേശമാണ് അടുത്ത തലമുറയ്ക്ക് ഇവർ കൊടുക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇവനിപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പിന്താങ്ങുന്നവനും അവരോടൊക്കെ ചോദിക്കാനുള്ളത്, ഈ തൂറിയോനെ ചുമന്നു കഴിഞ്ഞാൽ ചുമന്നവന്മാരൊക്കെ നാറും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഒരുത്തനെയും നമുക്കെന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനോ പറ്റൂല. കാരണം പോയതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അങ്ങനത്തെ ടീമുകളാണെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒന്നുകിലും എന്ന് പറഞ്ഞാൽ വേഗം ഒന്ന് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇത് എത്ര ദിവസം നീണ്ടു നിൽക്കുന്നു പറയുക, അത്രയും ദിവസം നമുക്ക് ടി വി തുറക്കാണ്ടിരിക്കാലോ. ഇതിലും നല്ലതെന്ന് പറഞ്ഞാൽ ഷക്കീലൻ്റെ ഉച്ചപ്പടം തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അതിൻ്റെ അകത്ത് അവർ കുറച്ച് മാന്യത കാണിക്കുന്നുണ്ട്. എന്താണെന്നറിയാം, ഇങ്ങനെയുള്ള സീന് വരുമ്പോൾ അവർ പറയുന്നുണ്ട്,
അതൊരു മാന്യതയാണ്. ഇതെന്ന് പറയുന്നത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ അറപ്പുളവാക്കുന്ന വാക്കുകളാണ് വരുന്നത് അവിടുന്ന്. അയ്യോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളറെല്ലാം ഉണ്ടെങ്കിലേ ഇവർക്കെല്ലാം ഇങ്ങനെ സംശയം തീർത്തു കൊടുത്തിട്ട് നമ്മൾ ഒടുങ്ങിപ്പോകുന്നേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലോകത്തിൻ്റെ മുന്നിൽ നാണം കെട്ട് നിൽക്കുകയാണ്. നാണം കെട്ട അവസ്ഥയാണ്. ഏറ്റവും കൂടുതൽ നാണം കെടുത്തുന്ന ആരാണ്? 24x എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പൊട്ടിപ്പുറപ്പെടുന്ന വാർത്താ ചാനലുകൾ. അവർക്കിതൊരു വലിയൊരു വാർത്ത തന്നെയാണ്. അവർക്ക് രാഹുലോ അല്ലെങ്കിൽ മറ്റോനെ പിടിക്കൊന്നും വേണ്ട. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, പോളോ കാറിലാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമാ താരത്തിന്റെ കാറിലാണ് രക്ഷപ്പെട്ടത്, അതിന്റെ നമ്പർ വ്യക്തമല്ല എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണോ? ഇവിടെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ കാറും എടുത്ത് പൊക്കിയിടുക, അതിൻ്റെ ഉള്ളിൽ ആളെയും കിട്ടും. അതിൻ്റെ ഉള്ളിലുള്ളവനോട് 2 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവൻ മണി പോലെ പറയും എവിടെയാണ് കൊണ്ടാക്കിയിരിക്കുന്നത്, ഏത് വഴിയിലാണ് പോയിരിക്കുന്നതെന്ന്. ഇതൊന്നും കഴിയാതെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചുവന്ന കാറ് നിങ്ങൾ മാറ്റിക്കേ, ചുവന്ന കാറ് കൃത്യമായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്, ഇനി നിങ്ങൾ നീലക്കാറിലേക്ക് കയറിക്കോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇതിൻ്റെ അകത്ത് മണ്ടന്മാരാകുന്നത് പാവപ്പെട്ട ജനങ്ങളാണ്. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കല്ലിനോടും മണ്ണിനോടും മല്ലടിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരാണ് ശരിക്കും വിഡ്ഢികളാകുന്നതെന്ന് ഞാൻ പറയുള്ളൂ. ഇവന്മാർക്കൊക്കെ ഇതൊരു ചർച്ചയും ഒരു രസവും ഒരു കാര്യങ്ങളും പിന്നെ എന്ന് പറഞ്ഞൊരു കളനും പോലീസും കളിയും ഇതൊക്കെയാണ് ഇവന്മാർക്ക്. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മളെ നികുതി പണം, നമ്മൾ തിന്നേണ്ട പണത്തോണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ നാണംകെട്ട പരിപാടിയിൽ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ഇരുന്നിട്ട് എന്താ വേണ്ടത് തീരുമാനിക്കണം. അതായത് ഈ നാണംകെട്ട പരിപാടി ഇവിടെ നിർത്തുക വേണ്ടതായിരുന്നു. എന്തൊരു ഇത് കേൾക്കുന്നവന് തന്നെ ഒരു അറപ്പ് തോന്നുന്നായിരുന്നു. ഇതാണോ മലയാളികളുടെ വിദ്യാഭ്യാസം? ഇതാണോ മലയാളികളുടെ മനുഷ്യത്വം? ഇതാണോ മലയാളികളുടെ സ്വഭാവം? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു രാജ്യക്കാർ പോലും ഈ മലയാളികളെ അടുപ്പിക്കത്തില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം വീട്ടിൽ വേറെ ആരെ കയറ്റാ വേണമെങ്കിൽ മലയാളീനെ കയറ്റിക്കൂടാന്ന് പറയാറുണ്ട്. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. മലയാളികളാണെങ്കിൽ എൻ്റെ വീട്ടിലിങ്ങോട്ട് കയറണ്ട, ആടെ നിന്നോന്ന് പറയും ആൾക്കാർ. ഇനി അത്രയേ ഉള്ളൂ. അത്രമാത്രം വൃത്തികെട്ട രീതിയിലേക്കാണ് നമ്മുടെ സമൂഹവും പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നാറുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊന്നും ചോദ്യം ചെയ്യുകയും കൂടി ചെയ്യണ്ട. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടെങ്കിലും തന്നെ പിടിച്ച് അകത്തിടുക, അത്ര തന്നെ. ഇപ്പോഴെന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഓനെന്താ ചെയ്യുന്നത്? ഓനെ പിടിച്ച് അകത്തിടുന്നില്ലേ? അതേപോലെ അങ്ങ് ചെയ്യുക. അല്ലാതെ ഇതിൻ്റെ പുറകിൽ നടന്നിട്ട് അയ്യോ ഇതിൻ്റെ പുറകിൽ മറ്റവനെയൊക്കെ ഇവനെ പിടിച്ച് ഓനെ പിടിച്ച് അവൻ ജാമ്യം ഇവന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് മലയാളികളുടെ വില കളയാൻ. അതുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട സ്ത്രീകളോട് ഞാൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും രംഗത്തിറങ്ങണമായിരുന്നു. ഈ ആഭാസത്തിനെതിരെ നിങ്ങൾ എല്ലാവരും രംഗത്തിറങ്ങണമായിരുന്നു. ഈ വാഗ്ദാനം കൊടുത്തപാട് പോകുന്നതിനെതിരെ നിങ്ങൾ രംഗത്തിറങ്ങണമായിരുന്നു. എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ് വാഗ്ദാനങ്ങളിൽ വീണു പോവുക. വാഗ്ദാനങ്ങൾ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, പണമുള്ളവൻ്റെ ഇടയ്ക്ക് വാഗ്ദാനങ്ങളും ഉണ്ടാവുള്ളൂ. അതും ഞാൻ പറയാലോ. അല്ലാതെ വെറുതെ നടക്കുന്ന ഒരു തേരാപ്പാര നടക്കുന്നവനൊന്നും വാഗ്ദാനം കൊടുക്കാനും പറ്റൂല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയെങ്കിലും എൻ്റെ പൊന്നു മലയാളി സമൂഹമേ ഇതൊന്ന് നിർത്ത്. ഇല്ലെങ്കിൽ നാണക്കേടാണ് ഇത് കേൾക്കുമ്പോൾ. നമുക്ക് തന്നെ അറപ്പ് തോന്നുന്നാടുന്നു. വീട്ടിൽ വരെ ഒരു TV മര്യാദയ്ക്ക് തുറക്കാൻ പറ്റുന്നില്ല, ഒരു ന്യൂസ് കേൾക്കാൻ കഴിയുന്നില്ല. കഷ്ടം തന്നെ. എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തോ. ഇത്രയേ പറയാനുള്ളൂ. വേറെ എന്നാ പറയേണ്ടത്?